ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ കൂടലാർകുടിയിൽ നിന്നും എളുപ്പത്തിൽ പുറം ലോകത്തേക്കുള്ള യാത്രയ്ക്ക് സഹായിക്കുന്ന മാങ്കുളം ആനക്കുളത്തേക്കുള്ള റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച സാധ്യത പരിശോധിക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ എംഎൽഎ. യാത്രാക്ലേശം രൂക്ഷമായ കൂടലാർകുടിയിൽ നിന്നും നിലവിൽ ആനക്കുളത്തേക്ക് കാൽനട മാത്രം സാധ്യമാകുന്ന ദുർഘട പാതയാണുള്ളത്. ഏതാനും കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഈ പാത യാത്രായോഗ്യമായാൽ ഇടമലക്കുടിയുടെ വികസനത്തിന് കരുത്താകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്ക് പെട്ടിമുടിയിൽ നിന്നും റോഡിന്റെ നവീകരണം നടക്കുന്നുണ്ട്. ഇതിനൊപ്പമാണിപ്പോൾ ഇടമലക്കുടിയുടെ ഭാഗമായ കൂടലാർകുടിയിൽ നിന്നും എളുപ്പത്തിൽ പുറംലോകത്തേക്കുള്ള യാത്രയ്ക്ക് സഹായിക്കുന്ന മാങ്കുളം ആനക്കുളത്തേക്കുള്ള റോഡിന്റെ നിർമ്മാണം കൂടി സാധ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. യാത്രാക്ലേശം രൂക്ഷമായ കൂടലാർകുടിയിൽ നിന്നും നിലവിൽ ആനക്കുളത്തേക്ക് കാൽനട മാത്രം സാധ്യമാകുന്ന ദുർഘടപാതയാണുള്ളത്. ഇതുവഴി പനിബാധിതരെയടക്കം കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ തുണിമഞ്ചൽ കെട്ടി ചുമന്ന് പുറംലോകത്തെത്തിച്ചത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. കൂടലാർകുടിയിൽ കുറച്ച് വീടുകളുണ്ട്, എന്നാൽ ആ പ്രദേശത്ത് ഒരു 4-5 കുടികളുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നത് ആനക്കുളം വഴി മാങ്കുളത്തേക്കാണ്. നേരത്തെ ആ റോഡ് വേണമെന്നുള്ളൊരു ആവശ്യം അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ ആ വഴിയുള്ള റോഡ് കിട്ടിയാൽ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഏതാനും കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഈ പാത യാത്രായോഗ്യമായാൽ ഇടമലക്കുടിയുടെ വികസനത്തിന് കരുത്താകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ പാതയുടെ വികസനത്തിന് വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പെട്ടിമുടിയിൽ നിന്ന് ഇടമലക്കുടിയിലേക്കുള്ള റോഡ് വികസനം നടക്കുന്നുവെങ്കിലും പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഉന്നതികളിലേക്കുള്ള യാത്രാമാർഗം ഇപ്പോഴും അതീവ ക്ലേശകരമാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.